ബ്ലോസം ഇൻ ജീസസ് അനുഗ്രഹിക്കപ്പെട്ട പെരുകേറി വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പൂരിതമായിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുന്നതിന് വേണ്ടി തലയാഴ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷ രാജീവ് ബാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ബ്ലോസം ജീസസ് പെരുകേറി വർദ്ധിക്കുന്ന ഈ സീസണിലേക്ക് സ്വാഗതം. നമുക്ക് രാജ്യത്തെ അനുഗ്രഹിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ കർത്താവെ ദേശത്തെ നിറച്ചതിനായി സ്തോത്രം. കർത്താവെ, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നരേന്ദ്രമോദിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സൽഭരണം കാഴ്ചവെക്കാൻ പെരുകേറി വർദ്ധിക്കുന്ന ഈ സീസണിൽ പരിശുദ്ധാത്മാവിന് ആലോചന കൊടുത്ത് എല്ലാം സന്തോഷിതമായി ചെയ്യുവാൻ തക്കവണ്ണം ഭരിക്കുവാൻ തക്കവണ്ണം അഭിഷേകം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ കൂട്ടും മന്ത്രിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം കൊണ്ട് അവരെ നിറച്ചാട്ടെ. കർത്താവെ, അപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം കൊണ്ട് അവരെ നിറച്ചാട്ടെ. കർത്താവ് എല്ലാ അധികാരികൾക്കും വേണ്ടി, പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും ദൈവമഹത്വം നിറയാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ ആ കൃപ കർത്താവ് രാജ്യത്തോടു കൂടെ ഇരിക്കുമ്പോൾ കർത്താവെ ആ പട്ടാള സേനയെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാജ്യം കാവലായി നിൽക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും ബലപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറഞ്ഞുപോയ ജവാന്മാരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെല്ലാം ആശ്വസിപ്പിച്ച് എല്ലാ വഴികളിലും കർത്താവിന്റെ കൃപ പകരുവാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കൊണ്ട് കർത്താവ് കൃഷി വിളവുകളെല്ലാം ഇരട്ടി വർദ്ധിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും അറച്ചു കൊടുക്കുന്നതിനായി നന്ദി. അപ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എല്ലാ കൂട്ടുമന്ത്രിമാരെയും ചേർന്ന് അനുഗ്രഹിക്കുമ്പോൾ നല്ലൊരു സൽഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുമ്പോൾ ഇനിയും വലിയ ചെയ്യുവാൻ അവനെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രതിപക്ഷത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം കൊണ്ട് മക്കളെല്ലാം നിറച്ച് കർത്താവിന്റെ കൃപയെ നിറയ്ക്കുന്നതിനായി നന്ദി. കർത്താവ് എല്ലാ ജില്ലാ കളക്ടർമാരെ ഭരണാധികാരികളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളെ പ്രസ്ഥാനങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാ സ്ഥലങ്ങളും നിറയട്ടെ. കർത്താവെ എല്ലാ എയർഫോഴ്സിനെയും പോലീസ് സേനയെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സമാധാനപരമായ ഒരു അന്തരീക്ഷം കർത്താവെ അവിടെ സ്ഥാപിതമാകുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരും നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർഷകരെല്ലാം കർത്താവ് ആ നാണ്യവിളകളെല്ലാം ഏറ്റവും അനുഗ്രഹമാകുവാൻ ഫലവത്താകുവാൻ കർത്താവ് പെരുകേറി വർദ്ധിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആത്മീയ നിറവിന് വേണ്ടി ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സഭയെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ സ്വർഗീയ വരുന്ന സഭയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി 800 കോടി ജനങ്ങളെ നേടുക എന്നുള്ള ആ ദൗത്യത്തോട് നിൽക്കുമ്പോൾ കർത്താവ് അതിനായി അങ്ങ് നിയമിച്ചിരിക്കുന്ന ഇടയൻ തങ്കുബറിനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും വലിയ കാര്യങ്ങൾ കർത്താവിനെ ചെയ്ത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവനെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. തോമസുനെ ഏൽപ്പിക്കുന്നു, കുടുംബമായി ഏൽപ്പിക്കുമ്പോൾ ദൈവ സാന്നിധ്യമുള്ള മകനെ കർത്താവ് സഭയിലാക്കി കർത്താവ് വെച്ചിരിക്കുമ്പോൾ എല്ലാവിധ നന്മകളാലും നടക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്ത് നടത്തുവാൻ പരിശുദ്ധാത്മാവ് അവന് ശക്തി കൊടുക്കണം, ബലം കൊടുക്കണം. എല്ലാ ഡിപിമാരെ ഗവർണേഴ്സുമാരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ അഭിഷേക വൈക്കം ഡയസിനെ ഏൽപ്പിക്കുമ്പോൾ വൈക്കം ഡയസിസ് കർത്താവെ ഈ ഏറ്റവും നല്ല ഡയസിസായി കർത്താവെ മറ്റു ഡയസിനേക്കാളെല്ലാം ഉന്നതമാക്കി പരിശുദ്ധാത്മാവ് പെരുകേറി വർദ്ധിപ്പിച്ച് പല പല ആശയങ്ങളിലും ദൂതുകളിലും കർത്താവ് വികസനം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുമ്പോൾ വിനോദ കുടുംബമായി അനുഗ്രഹിക്കുമ്പോൾ ഇനിയും വലിയ അമ്മാനോട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്നു. അമ്മാനോടൊപ്പം ഞങ്ങൾക്കും 10 സഭകളും പാസ്റ്റർമാർക്കും കർത്താവെ അവിടുന്ന് ശുശ്രൂഷകർക്കും വിശ്വാസികളും എല്ലാം ഒരു മനപ്പെട്ടു നിന്ന് ഇനിയും വലിയ കാര്യങ്ങൾ ഈ വർഷം തന്നെ നിലനിർത്തുവാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ കൂടിയിരിക്കുമ്പോൾ വിവിധ ഡിവൈസുകൾ കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കുന്നു. ഏറിയ നന്മകളാൽ നിറയ്ക്കണം. ഇന്ന് ഗസ്റ്റായി ശുശ്രൂഷിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മ ഞങ്ങളോട് ഇടപെടണം, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദിവസത്തിലിരിക്കാം. താങ്ക് യു രാജീവ് ബദർ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തമായ വാഗ്ദത്ത വചനങ്ങൾ തുടർന്ന് കേൾക്കാൻ പോവുകയാണ്. വചനം വായിക്കുന്നത് വായിച്ച് കേൾക്കുന്നതും അനുഗ്രഹമാണ്. അനുഗ്രഹീത ആയ TNT ഉണ്ണിമായ ലാൽ തുടർന്ന് വാഗ്ദത്ത വചനങ്ങൾ വായിക്കും. ഹല്ലേലൂയ. പെരുകേറി വർദ്ധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വർഷത്തെ വാഗ്ദത്ത വചനങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. സങ്കീർത്തനങ്ങൾ 23
1, 2, 3 വാക്യങ്ങൾ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതപാതകളിൽ നടത്തുന്നു. ആമേൻ. യെശയ്യാവ് 62:2 വാക്യം. രാജ്യങ്ങൾ ഉണ്ണിമായുടെ നീതിയും സകല രാജാക്കന്മാരും ഉണ്ണിമായയുടെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ ഉണ്ണിമായ്ക്ക് വിളിക്കപ്പെടും. ആമേൻ. 2 കൊരിന്ത്യർ 9:8 വാക്യം. ഞാൻ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് എന്നിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. ഫിലിപ്പിയർ 4:13 വാക്യം. ഉണ്ണിമായ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ഉണ്ണിമായ മതിയാകുന്നു. ആമേൻ. ഫിലിപ്പിയർ 4:19 വാക്യം. എന്റെ ദൈവമോ ഉണ്ണിമായുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. 2 കൊരിന്ത്യർ 1:20 വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ആമേൻ. ഈ വചനങ്ങളാൽ എല്ലാവരും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, പെരുകേറി വർദ്ധിക്കട്ടെ. ആമേൻ. താങ്ക് യു ഉണ്ണിമയമോളെ. നമ്മൾ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിലേക്ക് കടക്കുകയാണ്. ആരാധന നമ്മളെ നയിക്കുന്നത് കടുത്തുരുത്തിയിലെ TNT ലീഡർ അയക്കുന്ന ജിഷ്ണു പവറാണ്. ജിഷ്ണു പവർ. ഹല്ലേലൂയ. സ്തോത്രം. പെരുകേറി വർദ്ധിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. പെരുകേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. പെരുകേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. വീടുകളും വസ്തുക്കളും പെരുകേറി വർദ്ധിക്കും, വിവിധ ചൊഴുത്തുകളെല്ലാം പെരുകിയേറിടും. വീടുകളും വസ്തുക്കളും പെരുകിയേറി വർദ്ധിക്കും, വിവിധ ചൊഴുത്തുകളെല്ലാം പെരുകിയേറിടും. വചനത്തിൽ പെരുകിടും, അത്ഭുതത്തിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ നിറഞ്ഞിടും. വചനത്തിൽ പെരുകിടും, അത്ഭുതത്തിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ നിറഞ്ഞിടും. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. വിളകളും മരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമതോ പെരുകിയേറിടും. വിളകളും മരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമതോ പെരുകിയേറിടും. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും, വിളിച്ചവർ മുൻപാകെ ഉയർത്തി മാനിക്കും. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും, വിളിച്ചവർ മുൻപാകെ ഉയർത്തി മാനിക്കും. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. വീടുകളും വസ്തുക്കളും പെരുകിയേറി വർദ്ധിക്കും, വിവിധ ചൊഴുത്തുകളെല്ലാം പെരുകിയേറിടും. വീടുകളും വസ്തുക്കളും പെരുകിയേറി വർദ്ധിക്കും, വിവിധ ചൊഴുത്തുകളെല്ലാം പെരുകിയേറിടും. വചനത്തിൽ പെരുകിടും, അത്ഭുതത്തിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ നിറഞ്ഞിടും. വചനത്തിൽ പെരുകിടും, അത്ഭുതത്തിൽ പെരുകിടും, ആത്മാക്കൾ പെരുകിയേറി സഭകൾ നിറഞ്ഞിടും. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ, പരിശുദ്ധാത്മനാട്ടുവേലക്കാലം വന്നേ. വിളകളും മരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമതോ പെരുകിയേറിടും. വിളകളും മരങ്ങളും പെരുകിയേറി വർദ്ധിക്കും, ആത്മാവിൻ ഫലമതോ പെരുകിയേറിടും. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും, നിന്നിച്ചവർ മുൻപാകെ ഉയർത്തി മാനിക്കും. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും,
പരിശുദ്ധാത്മനാക്കുവേലകാലം വന്നേ ആമേ പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ പരിശുദ്ധാത്മനാക്കുവേലകാലം വന്നേ പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ പരിശുദ്ധാത്മനാക്കുവേലകാലം വന്നേ പെരുകിയേറി വർദ്ധിക്കും കാലം വന്നേ പരിശുദ്ധാത്മനാക്കുവേലകാലം വന്നേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ ഉള്ളാതെ എന്റെ കണ്ണുകളെ ഒന്ന് തൊടണേ എന്റെ ഉള്ളാതെ കണ്ണുകളെ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടണേ എന്നെ ഒന്ന് തൊടണേ ജീവൻ അത്ഭുതം പെരുകിടും വാക്കുകൾ കേൾക്കുമ്പോ ജീവൻ പെരുകും എന്റെ സർവവും വർദ്ധിക്കും നിക്ഷേപം എന്റെ സർവവും വർദ്ധിക്കും പെരുകും ഏറും വർദ്ധിക്കും Thank you, my Jesus. Hallelujah. Hallelujah. സ്വതന്ത്രം വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു.
അതോടൊപ്പം കർത്താവിൽ നമ്മെ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും പ്രിയ കർത്താവിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രിയ തങ്കുബ്രദറിന്റെ സ്നേഹവന്ദനത്തെയും അന്വേഷണങ്ങളെയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വൈക്കം ഡയോസ് പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ വിനോബ്രദർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വൈക്കം ഡയോസസിന്റെ പ്രഭാത ആരാധനയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസസിലേക്ക്, ദിവസവും പെരുകിയേറിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡയോസസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം തന്നു. വലിയ കാര്യങ്ങളെ തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് നമ്മുടെ മതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനവുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് വെള്ളൂർ സഭയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട TNT ആയിരിക്കുന്ന പ്രിയ ആദിത്യൻ മോനാണ്. സോ കഴിഞ്ഞ ദിവസങ്ങൾ ആദിത്യൻ വീഡിയോസും എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. സോ ഓവർ ടു, ഒട്ടും സമയം കളയുന്നില്ല, ഓവർ ടു ആദിത്യൻ മോൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീയതായ തങ്കുബ്രന്റെ സ്നേഹവന്തരം അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ അച്ഛന്റെ സ്നേഹവന്തരം അറിയിക്കുന്നു. കുറച്ച് ദിവസമായി അച്ഛൻ ഇങ്ങനെ പറയുന്ന മീറ്റിംഗ് എടുക്കാൻ ചോദിച്ചിട്ട് അതിന്റെ കാരണം കൊണ്ടാണ് ഞാൻ മീറ്റിംഗ് എടുക്കാതിരുന്നത്. അന്നേരം ഇന്ന് അതിനുള്ള സമയം കിട്ടി. അതുകൊണ്ട് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയും. ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങള് കർത്താവിനെ അറിയാത്തപ്പോൾ സമാധാനം ഇല്ലാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമായിരുന്നു. അതായത് എന്നും ഒച്ചപ്പാടും ബഹളമായിട്ട് സമാധാനം ഒന്നും ഇല്ലാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം. അതായത് എന്ത് കാര്യത്തിലാണോ ഒരു സമാധാനവും ഇല്ല ഞങ്ങൾക്ക്. പക്ഷെ അങ്ങനെ എൻ്റെ അച്ഛന്റെ അമ്മ വഴിയാണ് ഞങ്ങൾ അറിയാൻ ഇടയായത്. 2005 അച്ഛന്റെ അമ്മ ഇന്ന പോലെ വിളിച്ചിട്ട് പറഞ്ഞ്, മകനെ ഇന്ന പോലെ ഒരു സ്ഥലമുണ്ട്, നീ അവിടെ വരണമെന്ന് പറഞ്ഞ് അച്ഛൻ രാവിലെ ഇവിടുന്ന് പോയി. അവിടെ ചെന്നു. അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ ഞങ്ങള്. അത് കർത്താവിന്റെ കൃപയാൽ സന്തോഷം മാത്രമേ ഞങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം കർത്താവ് ഉയർത്തി മാനിക്കും. അതായത് പറയണത് കുപ്പയിൽ നിന്ന് രാജാക്കന്മാരുടെ നടുവിൽ കൊണ്ടു നിർത്തും എന്ന് പറഞ്ഞാൽ കർത്താവ് അത് തന്നെ ചെയ്യും. അതായത് ഞങ്ങള് ഞങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാക്കി അവിടെ മാറ്റി. ഞങ്ങൾ 2015 കർത്താവിനെ അറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് സന്തോഷമല്ലാണ്ട് ഒരു സങ്കടപ്പെടാനോ ഒരു കാരണവശാലും ഇടയാക്കിയിട്ടില്ല നമുക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് വിഷയത്തിലാണോ കർത്താവ് അതിനൊരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വചനവാക്യം വായിക്കാം. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഇത് പറയാനുള്ള മെയിൻ റീസൺ, കഴിഞ്ഞ ദിവസം എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ആ പരീക്ഷയ്ക്ക് പോയി, ഇവിടുന്ന് പഠിച്ചിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് കൂട്ടുകാരൻ പറയണേ, എടാ ഇന്ന് സോഷ്യൽ സയൻസിന്റെ പരീക്ഷയല്ല, വിഷയം മാറ്റി, എക്സാമിന്റെ ടൈം ടേബിൾ മാറ്റി, അത് കാരണം ഇന്ന് കെമിസ്ട്രി ആണെന്ന് പറയണം. അന്നേരം ഞാൻ ഉടനെ അവിടെ എന്ന് പറഞ്ഞ കർത്താവേ, ഞാൻ ഉടനെ ഈ വാക്യം ഓർത്തെ, അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അതായത് ഈ വചനം എനിക്ക് എന്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നേ. ഞാൻ ഇത് പറഞ്ഞു, അതായത് കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വിഷയത്തിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. അതായത് കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയാൽ എന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തെ കുറിച്ച് കർത്താവിനോട് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെ ഒന്നും നോക്കിയിട്ടില്ല. വിഷയത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ സ്കൂളിൽ ചെന്ന് എക്സാമിന് കയറി. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നായിരുന്നു എന്ന് പറഞ്ഞ് എക്സാമിന് കയറി. ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചുകൊണ്ട് പോയ എക്സാമിനേക്കാൾ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് ആ എക്സാം എനിക്ക് എഴുതാൻ തന്നു. അതായത് പരിശുദ്ധാത്മാവ് കൂടെ എന്ന് പറഞ്ഞു തന്ന ആ ഓരോ വാക്യങ്ങൾ, അതായത് എല്ലാ കൃപയിലും കർത്താവ് ഏറ്റവും ഉയർത്തി മാനിച്ചു. അതായത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ എക്സാം ഹോളിൽ നിന്ന് പൊട്ടിച്ചിരിച്ചതിന്റെ കാര്യം പറഞ്ഞ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ ഒന്നും ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി 5 മിനിറ്റും കൂടി ഉള്ളു. അന്നേരം കർത്താവ് പറയണേ, എന്റെ തോളെ തട്ടിട്ട് കർത്താവ് പറയാം, മകനെ പരീക്ഷ എഴുത്, ഇനി 5 മിനിറ്റും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും സ്റ്റക്കായി പോയി. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. കർത്താവ് എത്ര സന്തോഷകരമായിട്ട് കർത്താവ് നടത്തുന്നതെന്നറിയോ? കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓരോ സമയവും, അതായത് 2-3 മിനിറ്റ് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓരോ സമയവും കർത്താവ് അത് ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. അതായത് ഇന്നലെ ഞാൻ ടൈമിലോട് എഴുതി, കർത്താവ് എനിക്ക് നാളെ മോർണിംഗ് മീറ്റിംഗിൽ ശുശ്രൂഷയ്ക്ക് ഇടയാകണേ. ഇന്നലെ ഞാൻ എഴുതി, അത് ഇന്ന് എനിക്ക് കിട്ടി. അതായത് കർത്താവിനോട് പറയണ ഓരോ കാര്യവും കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മാത്സിന് ഞാൻ പഠിച്ച് പ്രിപ്പയർ ആക്കി അവിടെ പോയി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പം ഞാൻ നോക്കുമ്പോൾ മിക്ക ക്വസ്റ്റ്യനും എനിക്ക് അറിയത്തില്ല. അതായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻ ഒന്നും. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ കൂടെ എഴുതണമെന്ന് പറഞ്ഞു. അതായത് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും
അടുത്ത ആഴ്ചയോ BBS-നൊക്കെ ചർച്ചയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. കർത്താവിന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും അവനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അത് അവിടെ ഉയർത്തി മാനിക്കും. പിന്നെ നമുക്ക് വേറൊരു വചനം കൂടെ വായിക്കാം. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് നമ്മളോട് ഇപ്പം ഒരാൾ ദോഷമായിട്ട് എന്തെങ്കിലും പറഞ്ഞ്, അതായത് നമ്മൾ ഉടനെ അയാളുടെ അടുത്ത് വീണ്ടും നമ്മൾ എതിർത്ത് നിൽക്കാണ്ട് അയാളെ അനുഗ്രഹിച്ചു വിട്ടേ, അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അത് കാരണം അത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാനൊരു പേന ചോദിച്ചു, എടാ നീ എക്സാം ഹോളിൽ പേന ഇല്ലാണ്ടാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ എന്റെ പേനയുടെ മഷി തീർന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ അവനെ അനുഗ്രഹിച്ചു വിട്ടു. ഞാൻ പോയപ്പോ അവൻ എനിക്ക് പേന എടുത്തു തന്നു. എന്ന് പറഞ്ഞ് ഞാൻ അവനെ അനുഗ്രഹിച്ചു. കർത്താവിന് വേണ്ടിയിട്ട് എത്ര നമ്മൾ അവിടെ തിരിക്കുന്നു, അതായത് തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ തന്നെ കർത്താവിനെ ഉയർത്തപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് അങ്ങോട്ട് പോയി. എനിക്ക് ഒന്നും അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഏത് കളറ് മഷിയാ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. അവൻ 2 പേന എൻ്റെ കയ്യിൽ എടുത്തു തന്നു. എടാ എനിക്ക് വേണ്ട, എനിക്ക് 1 പേന മതി എന്ന് പറഞ്ഞു. അത് കർത്താവ് നമ്മളെ ഉയർത്തുന്ന, കർത്താവ് മാനിക്കുന്നതിൽ ഒരു പരിധി ഇല്ലെന്ന് വേണേ പറയാം. അതായത് കർത്താവിന് വേണ്ടി കൂടുതൽ നിൽക്കുന്നു. ഞാൻ കുറെ നാളായി പരിശുദ്ധാത്മാവിനെ ഞാൻ ടൈം ലോൺ മേടിച്ചപ്പോൾ തന്നെ, ടൈം ലോൺ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ പറയുന്ന, പരിശുദ്ധാത്മാവെ എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കണം എന്ന് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ കുറെ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. അതായത് നമ്മൾ മാക്സിമം എത്രത്തോളം ആഗ്രഹിക്കുന്നോ അത്രത്തോളം കർത്താവ് അതിന് മധുരമാക്കി നമുക്ക് തരും എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമിന് പോയപ്പോൾ കർത്താവ് പറഞ്ഞത്. അതായത് തേൻ കട്ടയിനേക്കാൾ മധുരമായിട്ടുള്ള ഒരു സൗണ്ടിലാണ് കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹമാക്കി പരീക്ഷ എഴുതാൻ കർത്താവ് തന്നു. അതാണ് ഇവിടെ പറയണേ, എന്ത് കാര്യത്തിലാണേലും നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയാൽ. അതായത് ഞാൻ പരിശുദ്ധാത്മാവിന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പരിശുദ്ധാത്മാവിന് പറഞ്ഞു, കർത്താവ് ഇങ്ങനെയാണ് ഇനി പറ്റിയ, എനിക്ക് ഉറപ്പായിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല, മാറി മാറി നിൽക്കുമായിരുന്നു. പക്ഷെ കർത്താവ് വീണ്ടും ഇന്ന് തന്നെ എനിക്ക് അത്ഭുതം ചെയ്തു. ഇന്ന് ഞാൻ ആ വചനം വായിക്കാം. ഇന്ന് ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാനുള്ള കൃപ കർത്താവ് തന്നു. അതേപോലെ എന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ, അതായത് മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ ഇറക്കി വിടാണ്ട് എന്റെ ഹൃദയത്തിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക എന്നവന് ഉറപ്പായിട്ടും അതായത് ഞാൻ പറയുക അനുഗ്രഹം മാത്രമായിരിക്കും. അതായത് ഞാൻ ആദ്യമേ ഞങ്ങള് അച്ഛനൊക്കെ കർത്താവിനെ അറിഞ്ഞ് വെച്ചിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. കാര്യം പറഞ്ഞ കർത്താവിനെ ആരാധിക്കാനോ അങ്ങനെ ഒന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല ആദ്യ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങി. വൈക്കത്ത് വെച്ച നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോ ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് എന്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ആരാധിച്ചു തുടങ്ങിയതാണ്. അന്ന് തൊട്ട് കർത്താവ് ഇന്ന് വരെ അവന്റെ ചിറകടി കൊണ്ട് നടന്നെന്ന് പറയാം. അതായത് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതിരുന്ന എന്നെ ഇന്നിവിടെ വചനം പറയാൻ വേണ്ടി കർത്താവ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഉറപ്പാ. എന്റെ കർത്താവിന്റെ വ്യക്തമായ പദ്ധതി ഇല്ലാണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുകയല്ല. അതായത് എന്നാ പറയാ, എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതായത് അവരവിടെ പാട്ട് പാടുന്നു, മൈക്ക് സെറ്റ് എടുക്കുന്നു, ഓരോ വചനങ്ങൾ ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇതുവഴി എല്ലാം കറങ്ങി നടക്കും. ഒരു ദിവസം അങ്ങനെ മറ്റേ നമ്മളെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവിടെ കയറുന്നത്. ഞാൻ അവിടെ പാട്ട് തന്നെത്താനെ പാടി തുടങ്ങി. എനിക്കൊരു പാട്ട് പാടിയിട്ടില്ല. ഞാൻ തന്നെത്താനെ പാട്ട് പാടി തുടങ്ങി. ഞാൻ അന്ന് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇന്നേ വരെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറി വയ്ക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല. അതായത് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഓരോ സമയവും കർത്താവ് അത് അത്ഭുതമാക്കി തന്നെ എന്റെ ജീവിതത്തിൽ ചെയ്യും. അതായത് ഇന്നലെ രാത്രി ഞാൻ ഏത് വചനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അന്നേരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ടൈമിലോടെ എന്റെ ആഗ്രഹം നിവർത്തിച്ച ആ വചനം ഞാൻ വിചാരിച്ചു, ഏതൊക്കെയായാലും പരിശുദ്ധാത്മാവ് തന്നല്ലേ, അത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അത് തന്നെ എടുത്തു. ഞാൻ ഇന്ന് ഒരൊറ്റ കാര്യം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് കർത്താവിന് വേണ്ടി നിന്നോ, കർത്താവിന്റെ സന്നിധിയിൽ നിന്നോ അവൻ ഉറപ്പായിട്ടും ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. അതായത് അത് പറയുന്ന എത്ര വ്യക്തമാണെന്നറിയാം. കുപ്പയിൽ നിന്ന് നിന്നെ രാജാക്കന്മാരുടെ നടുക്ക് കൊണ്ട് നിർത്തും എന്ന് പറഞ്ഞ, അതായത് രാജാക്കന്മാരെ നിന്നെ ഉയർത്തും. അത് കർത്താവിന്റെ പദ്ധതി. അതായത് നമ്മളാരും കർത്താവിന്റെ പദ്ധതി അല്ലാണ്ട് നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുകയില്ല. കർത്താവിന്റെ പദ്ധതി ഇല്ലാണ്ട് ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഇവിടെ നിൽക്കൂല. അതായത് ഇപ്പൊ ഞാൻ തന്നെ ആട്ടെ,
ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന, അതായത് ഒരു സമാധാനവും ഇല്ലാണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന. പക്ഷെ ഇന്ന് അവിടെ നിന്ന് എന്നെ ഉയർത്തി ഇന്ന് ഈ മീറ്റിംഗിൽ ഞാൻ ആ സാക്ഷ്യം പറയണമെങ്കിൽ, ആ വചനം എടുക്കണമെങ്കിൽ അത് കർത്താവിന്റെ പ്ലാനാ. എനിക്ക് ഉറപ്പാ, ഞാൻ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രം, അനേക ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. പക്ഷെ എനിക്കറിയാം, കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഓരോ സമയവും കർത്താവ് അത് ജീവിതത്തിൽ 100 മടങ്ങ് അനുഗ്രഹം അല്ലാണ്ട് കർത്താവ് ഒരു കാരണവശാലും നമുക്ക് വേണ്ടിയിട്ട് സമയം, എന്താ പറയാ, കർത്താവ് അത്രത്തോളം നമ്മളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. അതേപോലെ വൈക്കത്ത് നിന്നപ്പോ പിന്നെ അച്ഛനൊരു അനുഭവം ഉണ്ടായി. അച്ഛൻ അങ്ങനെ എനിക്ക് നമ്മുടെ അവിടെ ഡീസനങ്ങളാന്ന് തോന്നുന്നു, ഡീസനങ്ങൾ കൈവച്ച് കഴിഞ്ഞപ്പം ഒരു എന്താ പറയാ, അച്ഛന്റെ ദേഹത്തുനിന്ന് കുറെ ഒരു നീല കളറിലുള്ള ദുരാത്മാവ് ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് അച്ഛൻ കണ്ടെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാനും ആഗ്രഹിച്ചു, എനിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാകണം, എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സജി ബ്രദർ, അതായത് ഞങ്ങൾ പയഞ്ചിക്കടയിൽ നിന്നപ്പോ സജി എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. ആ അങ്കിൾ എന്റെ നേരത്ത് കൈവച്ചപ്പോഴാ എന്റെ മേലിൽ ഒരു തീ ഇറങ്ങുന്ന അനുഭവം, ഒരു തീ വന്ന് വീഴുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ അത് ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞു, കർത്താവ് അതെനിക്ക് തന്നു. അതായത് ഇന്ന് ഞാൻ പറയാം, ആഗ്രഹിച്ചോണം, പറഞ്ഞോണം, കർത്താവ് തരും. ആഗ്രഹിച്ചു, പറഞ്ഞു, കർത്താവ് തന്നു. ഞാൻ ആഗ്രഹിച്ചു, പറഞ്ഞു, കർത്താവ് എനിക്ക് തന്നു. അതുപോലെ തന്നെയാണ് എന്ത് കാര്യമാണേലും അവന്റെ മേൽ ഇട്ട് കൊടുക്കുക, അത് അവൻ കരുതി. കർത്താവ് ഏറ്റവും ബെസ്റ്റാക്കി ഈ ആഴ്ച നടത്തി. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്, അത് ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് എനിക്ക് പറഞ്ഞു തരുമെന്നറിയാം. കാരണം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു പോകുന്ന ഓരോ വ്യക്തിക്കും ഉറപ്പാ, ഇത് നിങ്ങളുടെ ജോലിയിലാകട്ടെ, നിങ്ങളെ ശുശ്രൂഷയിലാകട്ടെ, നിങ്ങളുടെ പഠന മേഖലയിലാകട്ടെ, എന്തിനാണേലും കർത്താവിനെ കൂട്ടുപിടിച്ചു നോക്കണം. കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി നടത്തും. ജനങ്ങളാൽ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ അനുഗ്രഹമായിട്ട്, വളരെ സിമ്പിളായി കർത്താവുമായിട്ടുള്ള ഇന്റിമസി കർത്താവ് നടത്തുന്നു. കർത്താവ് സ്വപ്നം ചെയ്യുന്നു. ഞാൻ ആദ്യം പറയുമ്പോൾ ഓരോ വാക്കിനകത്തും കർത്താവ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതായത് ഏറ്റവും വേണ്ടത്. സ്തോത്രം. വളരെ മനോഹരമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. ആഗ്രഹിച്ചത് പറഞ്ഞു, കർത്താവ് തന്നു. അതെ, ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഇതൊക്കെ ഒരു ആരംഭമാണ്, കാലഘട്ടത്തിന്റെ ആരംഭമാണ്. ഈ ഒരു കാലഘട്ടം കർത്താവ് പറഞ്ഞ കഴിഞ്ഞ നാളുകളൊക്കെ വ്യക്തികളുടെ പേരിൽ ആ കാലഘട്ടം പറഞ്ഞെങ്കിൽ ഒരു സമൂഹത്തിന്റെ പേരിൽ ഒരു കാലഘട്ടം അറിയുന്നത്. ഞാൻ സത്യമാനോണ്ടിരുന്നപ്പോൾ ഈ സ്വത്രം ശമൂവേൽ പ്രവാചകൻ വളരെ കുഞ്ഞായിരുന്നപ്പോഴാണ് കർത്താവിന്റെ ശബ്ദം കേട്ട പൈതൽ പിന്നീട് വലിയൊരു പ്രവാചകനായി, രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത പ്രവാചകനായി. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ശുശ്രൂഷിക്കുന്ന ആളും വലിയ സന്തോഷം. ഇവരൊക്കെ ഭാവിയിലെ വലിയ അറിയപ്പെടുന്ന ലോക രാജ്യങ്ങളിൽ പ്രവാചകന്മാരായ പുസ്തകന്മാരായി തീരുന്നതിൽ ഒരു സംശയമില്ല. കർത്താവ് മാനിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുമായിട്ട് പ്രാർത്ഥന ആവശ്യങ്ങളുള്ളവർക്ക് നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അതിനുവേണ്ടി ആദ്യം പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ ആദ്യം പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടി. ഏപ്രിൽ 2-ാം തീയതി ഭർത്താവ് ബഹറിലേക്ക് പോവുകയാണ്, ജോലിക്ക് പോവാണ്, എന്നിട്ട് മടങ്ങി പോവാണ്. അപ്പൊ പെങ്ങളും പിള്ളേരും വിസിറ്റിംഗ് വിസയ്ക്ക് പോവുക ഏപ്രിൽ 2-ാം തീയതി. ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി വിസിറ്റിംഗ് വിസ കിട്ടി. പക്ഷെ എന്റെ കോച്ചിന് ടിക്കറ്റൊക്കെ ശരിയായി, വിസിറ്റിംഗ് വിസ 2 പ്രാവശ്യം അടിച്ചിട്ട് അവന്റെ ശരിയാകുന്നില്ല. അപ്പൊ ഭയങ്കര സങ്കടമായി അവന്. എല്ലാരും ടിക്കറ്റും എടുത്ത്. അപ്പൊ ഒന്ന് ആ വിസിറ്റിംഗ് വിസ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. കൊച്ചിന്റെ പേര് ഗൗതം കൃഷ്ണ കൊച്ചിന്റെ പേര്. ഞാൻ ചേർത്തല സഭയിൽ നിന്ന് വിജയമാണ്. എനിക്ക് രാവിലെ ഒരു തൊണ്ടവേദന, പനി വരാനുള്ള ഒരു ആരംഭം ഉണ്ടെന്ന് തോന്നുന്നു. പനിയൊന്നും വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കിടക്കാൻ പാടില്ല, എണീറ്റൊക്കെ നടക്കണം. ദൈവത്തെ വിളിക്കണമെങ്കിൽ നടത്തല്ലേ വെച്ചോളൂ. പനി വരാനുള്ള ആരംഭമായിട്ട് അതിനൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുപോട്ടെ. ഒന്നും വേണ്ട പനി. ഒരു കാര്യം കണ്ടാൽ നമ്മളെ പറയുന്നില്ല. പ്രാർത്ഥിക്കാം. വേറെ പ്രാർത്ഥന ആവശ്യമുണ്ടോ? അതേപോലെ എന്റെ നെറ്റിക്ക് അയർലൻഡിലേക്ക് പോകാനുള്ളതിന്റെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇന്റർവ്യൂവിന്റെ വന്നിട്ടുണ്ട്. പലയിടത്തേക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ നടന്ന് സെലക്ട് കയറിപ്പോകാൻ വേണ്ടി
തീർച്ചയായിട്ടും ഏറ്റവും നല്ല തന്നെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദറെ, ഞങ്ങളുടെ കടബാധകളൊന്ന് മാറ്റുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. എന്തോ ബ്രദറെ, എനിക്ക് ഷെഡ് വെക്കുന്നതിനായിട്ട് എനിക്ക് 60,000 രൂപ കിട്ടിയുള്ള. എന്നാൽ ആ ഷെഡിന് 65,000 രൂപ വേണം. പിന്നെ അതിന്റെ കൂടെ ബാത്റൂമും വെക്കേണ്ടതുണ്ട്. കിട്ടിയത് യേശുവിന്റെ നാമത്തിൽ അത് വർദ്ധിച്ചു പെരുകി വരാൻ സകല ആവശ്യങ്ങളും നടക്കണം. വേറെ ഒരു നിവൃത്തിയില്ല ബ്രദർ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണതിന്. വേറെ നിവൃത്തിയില്ലെന്ന് പറയുന്നത് എന്റെ യേശു ഇത് കേൾക്കുന്നുണ്ട്. യേശു ഭർത്താവായിരിക്കുന്ന മണവാട്ടി നിവൃത്തിയില്ലെന്ന് പറയാൻ പാടില്ല. ഭർത്താവ് ജീവനോടും ഭർത്താവ് ജീവനോടുള്ള ഒരു ഭാര്യ ഒരിക്കലും നിവൃത്തിയില്ലെന്ന് പറയാം. നിവർത്തിക്കുന്ന ആൾ കൂടിയാണ് കേട്ടോ. ഒരു 60,000 തന്ന ഭർത്താവിന് 5,000 മാറ്റാൻ പാടില്ല. അതുകൊണ്ട് നടക്കാൻ നിൽക്കുന്ന രീതി പ്രാർത്ഥിക്കാം. വേറെ നിവൃത്തിയില്ലെന്നോ ആ വാക്കൊന്നും നമുക്ക് അതിന് വരാൻ പറയുന്ന വാക്കുകളൊക്കെ കർത്താവിടെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് കേൾക്കുന്നുണ്ടെന്ന് ബോധ്യത്തോടെ നമ്മൾ മനുഷ്യരോടല്ല പറയുന്നത്. ഞങ്ങൾ മര്യാദയോട് മാത്രമല്ല പറയുന്നത്. നമ്മള് പറയുന്ന വാക്കുകള് മനുഷ്യര് കേൾക്കുന്നതിനേക്കാൾ റിയൽ ആയിട്ട് ഒരാൾ കേൾക്കുന്നു. ആ ആള് കേട്ടാൽ ആൾക്ക് എന്ത് തോന്നുന്നു പറഞ്ഞേ നമ്മള് ലോകമനുഷ്യൻ പറയുന്ന പോലെ പറയാം. ആ പരിശുദ്ധാത്മാവിനെ കേട്ടാൽ എന്ത് തോന്നും, കർത്താവിന് എന്ത് കേട്ടാൽ എന്ത് തോന്നും എന്ന് ചിന്തിച്ചേ നമ്മൾ പറയും. ഓക്കെ, ഇനി വേറെ പ്രാർത്ഥന ആവശ്യമുണ്ടോ? ബ്രദറെ, ഞങ്ങളുടെ അമ്മയ്ക്ക് തലച്ചോറിന് ചുരുക്കമുള്ളു. അപ്പൊ മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കാനാണ്. കുറവുണ്ട്, പക്ഷെ അത് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ പേര് കാഞ്ചന എന്നാണ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. പിതാവേ, സ്തുതിക സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുനാമത്തിൽ കർത്താവേ, ഇവരുടെ പ്രവർത്തന വിഷയമെല്ലാം അങ്ങ് കേട്ട കർത്താവേ. ഇന്ന് പറഞ്ഞ പോലെ കർത്താവേ, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ അത് പ്രവർത്തിച്ചു കൊള്ളും എന്ന് പറഞ്ഞ വാക്ക് കർത്താവേ, ഞങ്ങൾ എല്ലാവരുടെ മേലും ഇത് വിട്ടയക്കുക കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ എല്ലാവരുടെയും മധ്യ കർത്താവ് അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനാണ് നന്ദി പറയുന്നത് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇപ്പൊ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ അവിടെ അത്ഭുത രോഗ സൗഖ്യം വന്നതിനാ നന്ദി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് സമ്പത്തെല്ലാം പെരുകേറി വർദ്ധിക്കുന്നതിനാ നന്ദി പറയുന്നത് കർത്താവെ. എത്രയും പെടുന്ന കർത്താവെ അങ്ങോട്ട് പോകാനുള്ള വിഷയമെല്ലാം ശരിയാകുന്നതിനാ നന്ദി പറയുന്നത് കർത്താവെ. കർത്താവെ, ഇന്ന് പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി കൈപൊക്കിയ എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നാളെ അവര് കയറുന്ന കർത്താവെ സാക്ഷ്യം പറഞ്ഞിട്ടായിരിക്കണം കർത്താവെ. ഞങ്ങൾ അത് കൽപ്പിച്ച് വിടുക കർത്താവെ. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും കർത്താവ് പ്രവർത്തിക്കാണ്ട് തിരിച്ചു വരിക എന്ന് ആണല്ലോ കർത്താവ് വചനം പറയുന്ന കർത്താവെ. ഞങ്ങൾ അത് ഏറ്റെടുക്കുക കർത്താവെ. യേശുനാമത്തിൽ കർത്താവ് ഇന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയം അങ്ങ് കേട്ടിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം കർത്താവെ യേശുനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യാം. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം മാനിച്ച് ഉയർത്തുന്ന സ്തോത്രം. നമുക്ക് അതിന്റെ പോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായി സ്തോത്രം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ദൈവദാസനായി തീരട്ടെ. സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധനും ഉന്നതനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിപ്പാൻ കർത്താവ് പ്രിയ ആദിത്യന്മാരെ അങ്ങ് ശക്തമായി ഉപയോഗിച്ചല്ലോ എന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രുചിക്കുവാൻ കർത്താവെ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. കുടുംബമായി മകനെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പെരുകേറി വർദ്ധിക്കട്ടെ. ഇനി അനേക സ്ഥലങ്ങളിൽ അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി പോകാൻ തക്കവിധം കർത്താവ് മകനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവന്റെ കൈകളാൽ നടക്കട്ടെ. ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ കർത്താവെ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം കർത്താവെ എല്ലാ ജീവിതത്തിലെ സമസ്ത മേഖല പെരുകേറി വർദ്ധിക്കുന്ന വിധത്തിൽ മകന്റെ പേര് പ്രസിദ്ധമാകുന്ന വിധത്തിൽ കർത്താവ് മകനെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പരീക്ഷയും പറഞ്ഞു പോലെ തന്നെ അത്ഭുതമാകട്ടെ. സാക്ഷിയിരിക്കുന്ന ഒരു 3000-ന് മുകളിൽ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇട്ടത്. ഇനി അത് വരികേറി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
മണ്ണില്ലേലും വളമില്ലേലും വെള്ളമില്ലേലും പൂത്തുലയും ഞാൻ. യേശുവേ അങ്ങയിൻ സാന്നിധ്യം മരുഭൂമിയെ മലർവാടിയാക്കും. ഉള്ളറയ്ക്കുള്ളിലാണേ എൻ യേശുവിനുള്ളിലാണേ. ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളറയ്ക്കുള്ളിൽ ഞാൻ എന്നെന്നും പൂത്തുലയും. ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളറയ്ക്കുള്ളിൽ ഞാൻ എന്നെന്നും പൂത്തുലയും. ഇല്ലേലും വെള്ളമില്ലേലും പൂത്തുലയും ഞാൻ. യേശുവേ അങ്ങയിൻ സാന്നിധ്യം മരുഭൂമിയെ മലർവാടിയാക്കും. ഉള്ളറയ്ക്കുള്ളിലാണേ എൻ യേശുവിനുള്ളിലാണേ. ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളറയ്ക്കുള്ളിൽ ഞാൻ എന്നെന്നും പൂത്തുലയും. ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളറയ്ക്കുള്ളിൽ ഞാൻ എന്നെന്നും പൂത്തുലയും. സ്തോത്രം. കർത്താവ് ഒരു പുതിയ കാലഘട്ടം വീണ്ടും പറയാം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ വ്യക്തികളെ പരിശുദ്ധാത്മാവിന് കിട്ടിയെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു കൂട്ടത്തെ ഒരുമിച്ച് ഒറ്റ ഭാഷയിൽ സംസാരിക്കുന്ന, ഒറ്റ മനസ്സോടെ നിൽക്കുന്ന ഒരു കൂട്ടത്തെ സ്തോത്രം ദൈവാത്മാവിന്റെ കരങ്ങളിൽ കിട്ടിയിരിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി മെനഞ്ഞ എന്റെ ജനം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവ് ഐക്യതായിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എനിക്ക് വേണ്ടി മെനഞ്ഞ എന്റെ ജനം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലഘട്ടം ലോകരാജ്യങ്ങൾക്ക് അത്ഭുതമായിരിക്കും, ചരിത്രമാകും. ലോകരാജ്യങ്ങൾ, സഭകൾ അത് പഠിക്കും. സ്തോത്രം. ഇവിടെ കുഞ്ഞുങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾക്ക് സഭകൾ പഠിക്കും. അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ കല്ലറ മീറ്റിംഗില് ചോദിച്ചപ്പോൾ സാക്ഷ്യം കേൾക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. പെരുകി വർദ്ധിച്ച സാക്ഷ്യം ചോദിച്ചുണ്ടോ? ചോദിച്ചുള്ള സൗരി ഇപ്പൊ കണ്ടിരുന്നു. സൗരി ദിവസം പോകാൻ റെഡിയാവുക. അവിടെ കോഴഞ്ചേരി അതിലൂടെയാണ് പോകുന്ന വണ്ടിയില്. അല്ലല്ല, തന്നെ പോകുന്നത്. അവിടെ വണ്ടി കിടയില്ല. ഓക്കെ ഓക്കെ, ഫുള്ളാ. ശരി. അപ്പൊ ലൈസൻസ് ഉണ്ടോ? ഇല്ല ഇല്ല, തന്നെ പോകുന്നത്. അത് പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞു. അതാവ് എന്റെ അക്കൗണ്ട് പൂത്തുലഞ്ഞു. മോടെ കല്യാണം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഡിഫൻസിന്റെ ഇതായിട്ട്. അതിന് അപേക്ഷ കൊടുത്തിരുന്നു. കുറച്ച് നാൾ കൊണ്ട് കിട്ടാതെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അത് അക്കൗണ്ടിൽ കയറി. പൂത്ത് തളിർത്ത് ഫലം കായ്. 50,000 രൂപ. പെൻഷൻ വർദ്ധിച്ചു. അതുകൂടാതെ 4 വർഷമായിട്ട് കിട്ടേണ്ട എമൗണ്ടിന്റെ അധികേട് വന്നു. കഴിഞ്ഞ ദിവസം ഒരു 42,000 കയറി. ഇന്നത് 50,000. സ്തോത്രം. ആമേൻ. കയറി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്തോത്രം. സാക്ഷ്യങ്ങൾ പറയാം. ബ്രദറെ, എന്റെ സഹോദരിയാണ്. പിന്നെ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞ് എന്തിനീ വ്യാകുലം, എന്തിനീ ഭാരങ്ങൾ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്നിട്ട് 4 ടോപ്പ് കിട്ടി. പുതിയത് ചുരിദാറിന്റെ ടോപ്പ് പുതിയത് 4 കിട്ടി. 4 പുതിയ ചുരിദാർ കിട്ടി. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. എന്തിനാ വ്യാകുലം? ഇനി ഞാൻ ആഗ്രഹപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ. തീർച്ചയായിട്ടായ കാര്യം കർത്താവ് പറഞ്ഞോളൂ. യോപ്പ് തന്നെ കർത്താവ് സൗഖ്യം ആരോഗ്യം തന്നിരിക്കുന്നത്. അത് ഇത്രേ ഉള്ളൂ. കർത്താവിന് കുഞ്ഞുങ്ങളെ പാട്ട് പാടിയാൽ മതി. പറഞ്ഞപ്പോഴേ ശരി, നമ്മൾ ആ പാട്ട് പാടുന്നുണ്ടെങ്കിലും ആ പാട്ടിനകത്ത് പറയുന്നത് ചെയ്യുന്നുണ്ടോ? എന്തിനാ വ്യാകുലം? കർത്താവിന് കുഞ്ഞുങ്ങൾ പാട്ട് പാടും. ആമേൻ. ഓക്കെ, ജോലി പറയാ. ക്യൂവിലാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, എനിക്ക് കാണത്തില്ല. ആരാ സൗര്യമാരാ പറഞ്ഞു? പറഞ്ഞു ജോലി വേറെ. ഒരു മിനിറ്റ്, സൗര്യ ഒന്ന് പറഞ്ഞു. പറഞ്ഞു എന്താ സൗര്യ പറഞ്ഞു? നല്ല ആഗ്രഹങ്ങള് സാധിക്കണ സീസണില് ഞാൻ എല്ലാ സെന്ററിലേക്ക് ഇന്നലെ എനിക്ക് ഞാൻ ഒരിക്കലും എന്റെ പേര് വായിച്ചു.
ബന്ധറാണി സജീവം എന്നുള്ളതിന് വായിച്ചത് ബാലചന്ദ്രൻ സജീവൻ എന്നാണ്. എന്നാലും ഇന്റർ ചേമ്പറിൽ ഫസ്റ്റ് ആയിട്ട് എന്റെ പേര് അനൗൺസ് ചെയ്ത് വലിയ സന്തോഷമായി. കർത്താവിന് നന്ദി. ഓക്കെ, ജോൽ പറയ്. പ്രൈസ് ലോർഡ്. ഈ ഞാൻ പറയാറുണ്ട്, ഈ കാത്തിരിപ്പിന്റെ ഫലത്തിന് ഭയങ്കര മധുരമാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എൻ്റെ മധുരത്തിന്റെ ദിവസമായിരുന്നു. കാരണം 2003 മാർച്ച് മാസം ഞാൻ എടുത്ത സ്ഥലം ഒരു കേസിലകപ്പെട്ട് 20 വർഷം പിന്നിട്ടു. 2023 മാർച്ചിൽ തന്നെ അതിന്റെ വിധി വന്നു. വിധി നടപ്പാക്കാനായിട്ട് ഓർഡർ വന്നു. ഓർഡർ വന്നപ്പോൾ അതിനകത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു വെച്ചാല്, അവിടെ ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡ് പൊളിച്ചു മാറ്റാനുള്ള ഓർഡർ ഇല്ല. കാര്യം അവിടെ ഷെഡ് ഉള്ളതായിട്ട് കോടതി അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഷെഡ് പൊളിച്ചു മാറ്റാനുള്ള ഓർഡർ ഇല്ല. കാര്യം ഷെഡില്ലാത്ത ഷെഡ് എങ്ങനെയാ പൊളിച്ചു മാറ്റുന്നത്? അപ്പോ ആമീൻ പറഞ്ഞു, നിങ്ങൾ ഇനി ആ ഷെഡ് വെച്ചോണ്ടിരുന്ന പ്രശ്നമാണ്. അവിടെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതങ്ങ് പൊളിച്ചു മാറ്റി ഞാൻ അവിടെ വരുമ്പോൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഞാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു എഴുതിയേക്കാന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങള് അത് അടിച്ച് പൊളിച്ച് ദൂരെ കളഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാല്, എന്ത് വിഷയം ഉണ്ടാകുന്ന നാട്ടുകാർ ഓടിക്കൂടുന്നതാണ്. ഒരൊറ്റ മനുഷ്യൻ ശബ്ദിക്കാതെ അവരവരുടെ വീടുകളിൽ ഇരുന്നതല്ലാതെ ഒറ്റൊരെണ്ണം പുറത്തോട്ട് പോലും വന്നില്ല. കാരണം അവിടെ എല്ലാം ദൂതന്മാരുടെ വലിയ കാവലുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര രസമാണ് ചോദിച്ചാല്, ഈ സർവേറും വന്നു, ആമീനും വന്നു. അപ്പൊ സർവേർക്ക് മനസ്സിലായി ഞങ്ങൾ ഇപ്പൊ പൊളിച്ചിട്ടതാന്ന് സർവേർക്ക് മനസ്സിലായി. അപ്പൊ സർവേർ പറയാണ്, ഇത് നിങ്ങൾ ഇപ്പൊ പൊളിച്ചിട്ടതല്ലേ എന്ന് ചോദിച്ചു. ആമീൻ പറയാണ്, അല്ലാതെ കാറ്റത്ത് വീണതാണ്. കാറ്റത്ത് വീണതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കരമായ അത്ഭുതം. ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ച അനേകര്, ഞാൻ ചെന്ന സഭകളിലെല്ലാം എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചു. തങ്കുപേർ, തോമപ്പേർ, വെള്ളിപേർ ഉൾപ്പെടെ, വിനോദ് പേർ, എല്ലാ സണ്ണിപ്പേർ ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിച്ച വിഷയമാണ്. അത് നല്ലൊരു റിസൾട്ട് വന്നതിന് ഞാൻ അതിന്റെ വീഡിയോ നമ്മുടെ വിനോദ് പേർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ JCB കൊണ്ട് അവിടെ എല്ലാം നിരപ്പാക്കുന്നതൊക്കെ വിനോദ് പേറിന്റെ വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിച്ചു, മാനിച്ചു, അത്ഭുതമാക്കി മാറ്റി. എനിക്ക് അവിടെ നിന്നോണ്ട് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ? അവിടെ നിന്നോണ്ട് പറയുന്ന ഇങ്ങനെ ബാക്കി ഇങ്ങനെ പിടിച്ചോടെ, അതൊന്ന് വീഡിയോ നമുക്ക് അതുപോലെ സേവ് ചെയ്ത് വെക്കാം. വളരെ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, 20 വർഷമായിട്ട് ഞാൻ 20 വർഷമായിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു. അത് കോടികളായിട്ട് കർത്താവ് മാനിച്ചു. സ്വത്രം അത്ഭുതമാണ്. പെരുകേറി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും അല്ല പെരുകിയിരിക്കുന്നത്. സ്വത്രം 100, 1000, 10,000 മടങ്ങ് പെരുകിയിരിക്കുകയാണ്. സ്വത്രം വലിയ സന്തോഷമുണ്ട്. കർത്താവ് അത്ഭുതനായിട്ട് മാനിച്ചല്ലോ. ഇനിയും ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പിടിച്ചോണം, രണ്ടുപേരൊക്കെ പിടിച്ച് കർത്താവ് പെരുകേറി. അൽബർ ചേർത്തല, അൽബർ പറയാണോ? ഇന്നലെ എനിക്ക് 1 വർഷത്തേക്കത് പറയാനാണ് അന്ന് ഫാദർ എന്നെ ജോലിക്ക് വേണ്ടി വിളിച്ചത്. കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 വർഷവും കൂടി ജോലി നീട്ടി കിട്ടി. എല്ലാം മൊത്തം കർത്താവ്. പ്രൈസ് ലോർഡ് ബ്രദറെ. കഴിഞ്ഞ ദിവസം വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. മോൾക്ക് കൗണ്ട് കൂടുതലായിരുന്നു, അലിയ എന്ന് പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ SIT പോയായിരുന്നു. കൗണ്ട് നോക്കിയപ്പോ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ്. കർത്താവ് അത്ഭുതം ചെയ്തു. സ്തോത്രം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മള് സ്തോത്രം സേനയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് സ്തോത്രം നമ്മള് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയപ്രകാരം സ്തോത്രം നമ്മള് കർത്താവിന്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിന് വേണ്ടി, ആദ്യം യഹൂദിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചേർന്ന് ഇന്ന് ഡാൻസായി ഒരു മനസ്സോടെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്വന്തം ജനമാണ്. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകമെമ്പാടും ഇതറി വസിക്കുന്ന സകല യഹൂദ ജാതിക്ക് വേണ്ടി, യഹൂദ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവരെല്ലാവരും കർത്താവിനെ അറിയുക. യേശുവാണ് മശിഹ,
എന്നറിയാനുള്ള പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ തുറക്കുന്നതിനായി നന്ദി കർത്താവേ. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഗോത്രങ്ങളും അവനെ അറിയാനിടയാണ്. അവർ കുറ്റമെങ്കിലേക്ക് നോക്കുമെന്നുള്ള വചനപ്രകാരം അവനെ അറിയാനിടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാവെ പ്രത്യേകിച്ച് യെരൂശലേമിലെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിലെ സമാധാനത്തിന് വേണ്ടി രാജാവിന്റെ പട്ടണത്തിൽ ദൈവിക സമാധാനം കർത്താവെ ഇസ്രായേൽ രാജ്യത്തെ അനുഗ്രഹിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ സൈനിക വ്യൂഹങ്ങളെ, കർത്താവെ കർഷകരെ, യുവാക്കളെ, എല്ലാ ജനതയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവിടെയുള്ള സഭകളെ ദൈവദാസന്മാരെ, ഉണർവ് ചലനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മറ്റു സഹോദരങ്ങളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പട്ടണങ്ങളിൽ എന്റെ കർത്താവിനെ ഘോഷിക്കുവാൻ, കർത്താവെ അവർക്ക് എരിവ് വരുത്തുവാൻ സ്തോത്രം കർത്താവെ അടിയങ്ങൾ ഉപയോഗിക്കുന്നതിനായി സ്വർഗീയനെ ആകുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ ദിവാസന്മാരുടെ സഭകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള സകല 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല അധികാര രാജാക്കന്മാരെയും ക്രിസ്തുമാരെയും പ്രൈമിസ്റ്റർമാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയാം. പ്രത്യേകിച്ച് ഞങ്ങൾ കർത്താവെ ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ ആ രാജ്യം, ആ രാഷ്ട്രം അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചൈന ആ സുവിശേഷത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. അവിടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പറയുവാൻ സ്വാതന്ത്ര്യമായിട്ട് പറയാനുള്ള അവസ്ഥകൾ ഉണ്ടാകട്ടെ. ഓപ്പൺ മീറ്റിങ്ങുകളും സഭകളും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. അവിടെ രഹസ്യത്തിൽ കൂടുന്ന സഭകളെല്ലാം ദൈവാസന്മാരോട് പ്രാർത്ഥിക്കുന്നു. അവിടെ അതിനുവേണ്ടി അധികം വില കൊടുത്ത് നിൽക്കുന്ന ഓരോ ദൈവാസന്മാരും പുറമേൽ കർത്താവിന്റെ പ്രൊട്ടക്ഷനും കർത്താവിന്റെ സംരക്ഷണവും അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ചൈനയുടെ ഉണർവിന് വേണ്ടി കർത്താവെ സ്വർഗീയത്തിനായി ഓരോരുത്തരെയും ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവെ നിങ്ങളുടെ പ്രിയാജിച്ചവരുടെ അമ്മയുടെ പുതിയ ശരീരത്തിന്റെ ഫ്യൂണറലാണ് രാവിലെ നടക്കുന്ന ശുശ്രൂഷയിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം. ആ മകൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിച്ചു വരുവാണ്. സ്തോത്രം. മാനിക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് മാനിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവിന് എല്ലാ മീറ്റിങ്ങിനെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുന്നു. മഹത്വം എല്ലാം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന് നാമം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദിവസം മാറട്ടെ. അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് നാളെ രാവിലെ കാണാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കൃപയും കരുണയും പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വ്യക്തിപരമായ കൂട്ടായ്മയും വാത്സല്യവും ഓരോരുത്തരോടും കർത്താവിന് നമ്മളെ വഴി നടത്തുന്ന ദൈവാസന്മാരോട് കർത്താവിന് വിടർമാകുന്ന സമാനം ഇസ്രായേൽ ജനതയോടും നമ്മുടെ രാജ്യത്തോടും കൂടെ യേശു കർത്താവ് ദൈവോത്സവം തരുന്ന വലിയൊരു വർദ്ധിപ്പിക്കുന്ന പിതാവിനെ ആർത്തുവിളിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പല പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും പിശാചെടുക്കും. പിശാചിന്റെ തന്ത്രം വചന വിപരീതമായി, വചനത്തിൽ യേശു ധൈര്യം ഉറപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ അതിന് വിപരീതമായി ഭയപ്പെടുന്ന ചിന്തകൾ കൊണ്ടുവരും. അവിടെ അതിനെ ഇടിച്ചു കളയാനാണ് വചനം പഠിപ്പിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ സങ്കല്പങ്ങളും വിചാരങ്ങളെയും ഞാൻ ഇടിച്ചു കളയുന്നു. ദൈവവചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ പ്രാക്ടിക്കൽ ലൈഫാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു ടേക്ക് ഓഫ് ദ ചലഞ്ച്, ഹൗ ടു ടേക്ക് ഓഫ് ആൻസൈറ്റി. നിങ്ങൾ വിചാരിക്കുന്നതോറും പ്രശ്നം വലുതാവും. ഇന്ന് അതിനെ ശാസിച്ച് എന്നേക്കുമായി ഗെറ്റ് ഔട്ട് പറയണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. രാജ്യങ്ങൾ നിന്നിച്ചവർ മധ്യാത്തിൽ ഉയർത്തി മാനിക്കും. രാജ്യങ്ങൾ അറിഞ്ഞിടും, പേര് നിനക്കേകിടും. നിന്നിച്ചവർ മധ്യത്തിൽ ഉയർത്തി മാനിക്കും. ഹല്ലേലൂയ. വലിയൊരു വർദ്ധിക്കും കാലം വന്നേ. പരിശുദ്ധാത്മാ ഞാറ്റുവേലക്കാലം. ഇത് ഹൃദയത്തിലും വായിലും നിറഞ്ഞോണം. നമ്മള് തങ്ങളിലൂടെ കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിലും വായിലും ശുഭവചനം കൊണ്ട് നിറഞ്ഞ സ്തോത്രം. ഹൃദയം നിറയുന്ന വായിലൂടെ വരുന്നത് ഇത് തന്നെ പാടിക്കോണം. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീക്കാകുലം, എന്തിനീക്കാകുലം ആകുലർ. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. സോ പാട്ടുകൾ പാടുക. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഏറ്റവും അധികം പാടുന്നയാളായി. പാട്ടിലൂടെ സ്വതന്ത്രത്തോടെ തന്നെ ആവശ്യങ്ങളാണ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നലെ ഇങ്ങനെ രാത്രിയിൽ കിടന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഉള്ളിൽ വന്നത്
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല പാട്ടുകൾ സ്തോത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു വേണം ഒരു പാട്ട്. അതായത് ശുദ്ധാത്മാവ് ശക്തിയാല് ഇന്ന് നിറയ്ക്കണേ നാഥാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പരിശുദ്ധാത്മാവിനെ ഇതുവരെ ആരെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കർത്താവിന്റെ കാര്യമാണ് അത് നമുക്ക് വേണ്ടി കർത്താവ് മാറ്റി വെച്ചിരിക്കുക. എന്റെ എന്ന് പറയുന്നതിനകത്ത് വളരെ ആഴമുണ്ട്. ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ എന്റേതെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഇന്റിമസിയുടെ ഒരു വാക്ക് എന്നാ പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. എന്റേതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് വലിയൊരു ആഴമുണ്ട്. എന്റെ പപ്പ, എന്റെ മമ്മി, എന്റെ കുഞ്ഞ്, എന്റെ ഇന്റിമസിയെ കാണിക്കുന്നതാണ്. അത് ആർക്കും കൊടുക്കാത്തത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. സോ ഇന്നും പാട്ടുകൾ പാടുക, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുക. അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കാം. ആമേൻ ആമേൻ.